വെൽക്കം ടു കൈരളി വാലന്റൈൻസ് കോർണർ പ്രോഗ്രാം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, ഒരു ഉള്ളടക്കത്തിൻ്റെ ആവശ്യമില്ല. കാരണം ഇന്ന് ലോകമൊട്ടാകെ നമുക്കറിയപ്പെടുന്ന നമ്മുടെ മലയാളത്തിന് അഭിമാനകരമായ ഒരു വ്യക്തി ആണ് ഇന്ന് നമ്മുടെ വാലന്റൈൻസ് കോർണർ അതിയായിട്ട് വന്നിരിക്കുന്നത്. ഒരു നിർവചനത്തിൻ്റെ ആവശ്യമില്ലെന്ന് നിങ്ങൾക്കറിയാം. എങ്കിൽ കൂടിയും ഗിന്നസ് വേൾഡ് റെക്കോർഡ്, മാഫിയ റെക്കോർഡ്, ഗുൽഫി റെക്കോർഡ് എന്നീ റെക്കോർഡുകൾക്ക് അതീതനായ നമ്മുടെ സ്വന്തം കോഴിക്കോട്ടുകാരനായ മാമുകോയെന്ന് തെറ്റിദ്ധരിക്കേണ്ട നമ്മുടെ സ്വന്തം സന്തോഷ് പണ്ഡിറ്റ്. നമസ്കാരം. ഓക്കെ പണ്ഡിറ്റ്ജി, പോളിംഗ് ക്ലാസ് വെച്ചോളൂ. ഞാൻ വെക്കേണ്ട ആവശ്യമില്ല. പണ്ഡിറ്റ്ജി, താങ്കളുടെ ചെറുപ്പകാലം ചെറുപ്പകാലത്ത് പഠിക്കുമ്പോ തന്നെ അമ്മ എന്നോട് MBA പോകാൻ പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് MSc ഉള്ള കാരണം പിന്നെ MBA പോകാൻ പറ്റില്ല. താങ്കൾ 1ാം ക്ലാസ് 2ാം ക്ലാസ് പഠിച്ചിട്ടില്ല? ഇല്ല, നേരിട്ട് എനിക്ക് കുറച്ച് ബുദ്ധി കൂടുതലായിരുന്നു. അപ്പൊ അമ്മ നേരിട്ട് എന്നെ MBA ചേർത്തു. പിന്നെ സൈക്കോളജി എല്ലാവരും എനിക്ക് MBA ഉണ്ട്. താങ്കൾക്ക് എത്ര ഡിഗ്രി ഉണ്ട് ഇപ്പൊ MSc, MBA, BSc, നഴ്സിംഗ് എല്ലാം കൂടിയിട്ട് 5 ഡിഗ്രിയാണ് ഇപ്പൊ ഉള്ളത്. ഓക്കെ, താങ്കളുടെ പടത്തിന്റെ വിശേഷത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുന്നായി ഒരു ചോദ്യം. താങ്കൾ ആരെയും പ്രണയിച്ചിരുന്നു? നിങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് പഴയ ഓർമ്മ വരുന്നു. ഞാൻ സത്യത്തിൽ ആരും പ്രണയിച്ചിട്ടില്ല എന്നതാണ് സത്യം. കാരണം എന്റെ ഈ പടത്തിൽ തന്നെ ഒരു കഥ എന്റെ അനുഭവത്തിൽ നിന്നാണ്. ഞാൻ സത്യത്തിൽ പ്രണയിച്ചില്ല. ഞാൻ പ്രണയത്തിന് എല്ലാരും എന്നോട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, ഞാൻ പ്രണയിച്ചിട്ടില്ല. ഓക്കെ, എന്റെ കൂടെ എന്റെ കോ ആങ്കർ ഇല്ല, അവള് ഇന്ന് ലീവാണ്. അപ്പോ എന്റെ കൂടെ ഇപ്പൊ ഒരു കോ ആങ്കർ എന്ന് താങ്കൾ വിചാരിക്കാം. അവൾ താങ്കൾ പ്രപ്പോസ് ചെയ്യുകയാണെങ്കിൽ താങ്കൾ എന്തായാലും താങ്കൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാനിപ്പോ ഒരു ഗിന്നസ് ബുക്കിൽ കയറി വന്ന ഒരു വ്യക്തിയാണെന്ന് അറിയാലോ. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് വലിയ വലിയ പ്രൊപ്പോസലുകൾ വരാറുണ്ട്, നെറ്റ് വഴി തന്നെ വരാറുണ്ട്. അപ്പോ ഞാനിപ്പോ വേറൊരു പ്രണയത്തിന് ഇപ്പൊ നിൽക്കുന്നില്ല. നിങ്ങൾക്ക് അറിയാലോ എന്താ കാരണം നമുക്ക് വലിയ വലിയ പ്രൊപ്പോസൽ വരാറുണ്ട്. അപ്പൊ ഞാനിപ്പോ വേറെ പ്രണയത്തിന് നിൽക്കുന്നില്ല. താങ്കൾ ഒറ്റ ചോദ്യം, താങ്കൾ ഈ പടം നിർമ്മിക്കാൻ താങ്കൾക്ക് എവിടുന്നാണ് പറ്റും? ചെറുപ്പത്തില് വളർന്നു വരുമ്പോഴേ നമുക്കറിയാമായിരുന്നു. അതുകൊണ്ട് വീട് വിറ്റിട്ട് ഇപ്പൊ ഞാൻ പടം എടുത്തു. ആ പടപ്പോ ഹിറ്റാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. സംഗീതം, സംവിധാനം, എല്ലാം ക്യാമറ വെച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തത് ഞാനാണ്. അദ്ദേഹത്തിന് നമുക്കറിയാം, അദ്ദേഹം ഇത്രയും വലിയൊരു വ്യക്തിക്ക് ഉടമയാണ്. കാരണം നമ്മുടെ കേരളക്കരയിൽ ബാലചന്ദ്രൻ മേനോൻ 5 കഥാപാത്രം ചെയ്തിട്ട് 5 ചെയ്തിട്ടുള്ളൂ. ഞാൻ ചെയ്തത് എല്ലാം ചെയ്ത് ക്യാമറ വെച്ച്. താങ്കളുടെ പടം കണ്ടിട്ട് ഇപ്പൊ പടം ഇറങ്ങിയിട്ട് ഒരാഴ്ച. നിങ്ങൾക്കറിയോ, എന്റെ പടം കാണാൻ വേണ്ടിട്ട് ഞാൻ തിയേറ്ററിൽ ചെന്നപ്പോ ടിക്കറ്റ് ഇല്ല. അറിയോ കാര്യം? ഒരാൾക്ക് മാത്രമായി പടം ഓടില്ല എന്ന് പറഞ്ഞു. അത്രയ്ക്കും തിരക്കാണ് അവിടെ. താങ്കൾ ഈ പടം കണ്ടിട്ട് ലാലേട്ടൻ, മമ്മൂക്ക അങ്ങനെ ആരെങ്കിലും വിളിച്ചതായി? അവര് ഈ പടം കണ്ടിട്ടില്ല തോന്നുന്നു. കാരണം ഫസ്റ്റ് ദിവസം ഹൗസ്ഫുൾ, അവർക്ക് പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല. 2ാം ദിവസം ഹൗസ്ഫുള്ളാന്ന് പറഞ്ഞപ്പോ എന്തായാലും അവർക്ക് പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല. അവര് കണ്ടു കഴിഞ്ഞാൽ അവരെന്നെ വിളിക്കും. അവരെന്നെ വിളിച്ചിട്ടില്ലെങ്കിൽ ഞാൻ വിളിച്ചു. അടുത്ത ഞാൻ പുതിയൊരു അടുത്ത ഇറങ്ങുന്നതാണ് ജിത്തുബായ് എന്ന ചോക്ലേറ്റ് ബായ്. അത് കഴിഞ്ഞാൽ ജിത്തുബായ് എന്ന ചോക്ലേറ്റ് ബായിൽ പൃഥ്വിരാജും ശ്രീശാന്താണ് താങ്കളുടെ കൂടെ അഭിനയിക്കുന്നത് കേട്ടല്ലോ. അവര് എന്താന്ന് വെച്ചാൽ ശ്രീശാന്ത് ഇപ്പോ കളിയിൽ നിന്ന് ഇങ്ങനെ വിരമിച്ചിരിക്കാണ്. പിന്നെ അഥാറാണെങ്കില് മറ്റേ പൃഥ്വിരാജാണെങ്കില് കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു ആദ്യത്തെ പടം എന്നെ കൊണ്ടാവണം എന്ന് അവന് പറഞ്ഞിരുന്നു. കാരണം വളർന്നു വരുന്ന സംവിധായകൻ ആണല്ലോ. അപ്പൊ മറ്റുള്ളവർക്ക് ഡേറ്റ് കൊടുക്കുന്നില്ല.
താങ്കൾക്ക് എങ്ങനെയാണ് ഈ ബഡ്ജറ്റ് കിട്ടിയത്? ഈ പടം താങ്കൾക്ക് എങ്ങനെയാണ് ഇറക്കാൻ വേണ്ടി പറ്റും? നിങ്ങളുടെ പിന്നിൽ ആരൊക്കെ ഉണ്ടോ? ശക്തമായ കരുത്തുണ്ടോ? ഈ ആളില്ല. ഞാൻ കോഴിക്കോട് നടക്കുമ്പോൾ ആൾക്കാർ എന്നോട് പറഞ്ഞിരുന്നു ഞാൻ നല്ല സംവിധായകനും നല്ല നടനുമാണെന്ന്. ഞാൻ നല്ല നടനാണെന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരു ഉദ്ബോധമുണ്ടായി. ഞാൻ എൻ്റെ വീടും എല്ലാം വിറ്റു. ഇപ്പോൾ ഒരു നല്ലൊരു പണം എടുത്തിട്ട് ഹൗസ്ഫുള്ളായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് ദിവസം ഹൗസ്ഫുള്ളായപ്പോ ആ പടം കൊണ്ട് എനിക്ക് 2 വീടൊക്കെയാണ് കായ് കിട്ടീന്. താങ്കളുടെ നാട്ടുകാരനായ മാമുക്കോയ താങ്കളെ കുറിച്ചൊരു അപവാദം പറഞ്ഞു. അത് നിങ്ങൾക്കറിയോ? മാമുക്കോയ ബുദ്ധിയില്ലാത്ത സാധനേന്ന്. മന്ദബുദ്ധി എന്ന് പറയാൻ പോലും കുറച്ച് ബുദ്ധികളുണ്ടെങ്കിൽ മന്ദബുദ്ധി എന്ന് അറിയാം മാമുക്കോയനെ. മാമുക്കോയൊക്കെ അത്രയും ഇല്ല. അത്രയല്ല ചപ്പാതെ ഓടി അവരുടെ പടത്തിലെ അഭിനയിച്ചതിന് മോൾക്ക് അത്രയും ബുദ്ധിയില്ല. ഓക്കെ, അതാണ് നമ്മളൊരു ബ്രേക്കിന് പോകുന്നതിന് മുന്നേ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ശുഭരാത്രി പുനർജന്മം ഇനിയെന്നും കാമാശി. ഓ പ്രിയേ, ഓ പ്രിയേ, ഓ പ്രിയേ. ഇതിലെ പ്രിയ എന്ന കഥാപാത്രം ഞാൻ വെറുതെ പറയണല്ല. പ്രിയ എന്ന കഥാപാത്രം അതിലെ കഥാപാത്രത്തിന് പേരാണ്. സസ്പെൻസ് ഉണ്ടല്ലോ. സസ്പെൻസ് എന്താ വെച്ചാൽ ഒരു പടത്തിന് സസ്പെൻസ് പറയാൻ പാടില്ല. ആരോട് പറയുന്നില്ല. ഇത് സസ്പെൻസ് ജോൺ എന്ന കഥാപാത്രം പ്രത്യേകം പറഞ്ഞ പ്രേക്ഷകർ ആരെ കാണിക്കുന്നത്? ഇത് ഈ സസ്പെൻസ് അങ്ങനെ തിയേറ്ററിൽ പോയിട്ട് മാത്രം കാണാൻ പാടുള്ളൂ. ഇത് തീയതിയായിട്ട് നിങ്ങൾ ആരോടും പറയരുത്. പക്ഷെ ഇയാൾ ഇവിടെ പറയാൻ പോവാണ്. പക്ഷെ ഇതില് സസ്പെൻസ് നിങ്ങൾ കഥ കണ്ടു കഴിയണം. പടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം സസ്പെൻസ് എന്താണെന്ന്. ഇതിലെ സസ്പെൻസ് ജോണത്തെ കഥാപാത്രം ആരാണ്? അപ്പോ കൃഷ്ണനാണ് കഥാപാത്രം. ആരാണ് എന്താ ബന്ധം? കൃഷ്ണനും രാധ എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോ ഈ കൃഷ്ണൻ രാധ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോ വിചാരിക്കാം പഴയ ഏതോ കഥയാണെന്ന്. പക്ഷെ ഇതിലെ 5 ഡയലോഗ് കേട്ടാൽ നിങ്ങൾ വിചാരിക്കുന്നത് ആക്ഷൻ പടമാണ്. ഒരു 5 ഡയലോഗ് പ്രേക്ഷകരാണ്. ഒരു 5 ഡയലോഗ്. കോഴി കറുത്താണെന്ന് കരുതി അതിടുന്ന മുട്ട കറുത്തതാവണമെന്നില്ല. പ്രൊഡ്യൂസർ അടക്കം അത്രയും ക്രൗഡ്സ് അത്രയും എക്സൈറ്റ്മെന്റ് ആയിട്ടിരിക്കുകയാണ് നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടിട്ട്. വേറൊരു ഡയലോഗ് ഉണ്ടല്ലോ, വേറൊരു ഡയലോഗ് ഉണ്ടായിരുന്നു. താൻ വലിയവനാഴം അത് കരുതി ഞാൻ ചെറിയോണെന്ന് അർത്ഥമില്ല. താങ്കളുടെ പടത്തില് അത് പൃഥ്വിരാജ് ശ്രീശാന്താണ് നമ്മൾ കേട്ടത്. അത് നായിക ആരല്ല? നായിക ബോളിവുഡിൽ നിന്ന് ഐശ്വര്യ അങ്ങനെ ആരെങ്കിലും വിളിക്കാനുള്ളത്? നിങ്ങൾക്ക് എന്താ നാണമില്ലേ? ഞാൻ ഹോളിവുഡിൽ നിന്നാണ് വിളിക്കുന്നത്. എന്റെ പടം ഇംഗ്ലീഷിലും ഹിന്ദിയിലും എല്ലാ ഭാഷയിലും ആക്കാനുള്ള പ്ലാനിലാണ് ഞാനിപ്പോ. കാരണം ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ സൈക്കോളജിയുടെ A to Z എല്ലാ എന്നെ വളരെ ഇപ്പൊ നിങ്ങൾക്കറിയാം വേൾഡ് റെക്കോർഡ് പ്രകാരം ഇപ്പോൾ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ എന്റെ പാട്ടുകളാണ്. സൽമാൻ ഖാനാണ് ഇന്ത്യയില്. പക്ഷെ ഇപ്പൊ സന്തോഷ് പണ്ഡിറ്റാണ്. സൽമാൻ ഖാൻ കായോടുത്ത് അടിക്കുന്നത്. താങ്കളെ കിരീടം താങ്കളോട് വേറെ കിരീടമില്ലെങ്കിലും രാജാവാണല്ലോ. കിരീടമില്ലാത്ത രാജാവ്. നിങ്ങളെന്നെ കളിയാക്കില്ലേ? ഞാൻ മേരീഡല്ല. ആരെങ്കിലും വന്നിട്ട് ഇപ്പൊ കാവ്യമാധവൻ അതുപോലെ തന്നെ നമ്മുടെ മലയാള സിനിമ ഭാവനയൊക്കെ വന്ന് താങ്കളെ പ്രപ്പോസ് ചെയ്യുകയാണെങ്കിൽ താങ്കൾ അംഗീകരിക്കുമോ? ഞാൻ ഇപ്പോൾ നിങ്ങൾക്കറിയാലോ വേൾഡ് റെക്കോർഡിലാണെന്ന്. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഡയാന രാജകുമാരി തിരിച്ചു വന്നാലും ഞാൻ അംഗീകരിക്കും. പണ്ട് മുരളി വിളിച്ചിരുന്നു ഇപ്പൊ അടുത്ത്. മുരളി നമ്മുടെ നടൻ മുരളി. താങ്കൾ മിമിക്രി ചെയ്യുന്ന കേട്ടിട്ടുണ്ടല്ലോ. താങ്കൾ ഒരു മുരളിയുടെ സൗണ്ട് ഒന്ന് താങ്കൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇമിറ്റേറ്റ് ചെയ്യാമോ? ഞാൻ അഭിനയം
മിമിക്രി എല്ലാം ഒഴിച്ച് ക്യാമറ ഒഴിച്ച് എല്ലാം ചെയ്യുന്ന ഒരാളാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അത് വേൾഡ് റെക്കോർഡൊന്നും അറിയാലോ. ഇപ്പോൾ മിമിക്രി ഡയാന രാജകുമാരി വിളിക്കുന്നു. നിരന്തരം കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം കാണാം. നമ്മുടെ നിരന്തരം കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സന്തോഷ് പണ്ഡിറ്റിനെ. അത് മറ്റാരുമല്ല, ഇപ്പൊ ഡയാന രാജകുമാരി ആ പെൺകുട്ടി സ്വർഗത്തിൽ നിന്നാണ് വിളിച്ചെന്ന് തോന്നുന്നു. എന്തൊക്കെ തന്നെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ഇത്രയും വലിയ നമുക്ക് സമ്പത്താണ് കിട്ടി. ഇതുവരെ നമ്മുടെ പ്രോഗ്രാം നടത്തിയത് അത്രയും നമുക്ക് പ്രേക്ഷകരെ ഉണ്ടാക്കാൻ നമുക്ക് യൂട്യൂബിൽ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ വ്യൂവേഴ്സിനെ നമുക്ക് ഒരുപാട് എൻകറേജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സന്തോഷ് പണ്ഡിറ്റ് നെക്സ്റ്റ് ചോദ്യം, താങ്കൾ മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂട്ടി മലയാള സിനിമയിൽ നിന്ന് മോഹൻലാൽ മമ്മൂട്ടി വന്നിട്ട് താങ്കളോട് പറയാണ് എനിക്ക് താങ്കളുടെ പടത്തിൽ അഭിനയിക്കുന്ന താങ്കളുടെ വികാരമുണ്ട്. സത്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അതൊരു വേൾഡ് റെക്കോർഡിലേക്ക് ആവുന്നതെന്ന്. അപ്പൊ ഞാനിപ്പോ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ നിന്നും ഷാറുഖ് ഖാന് അമീർ ഖാനെ അങ്ങനെ ആരെങ്കിലും വെച്ചിട്ടാണ്. മലയാളത്തില് മോഹൻലാലിന് അവർക്ക് അതിന്റെ പ്രായമുണ്ട്. ഇപ്പൊ എന്റെ പ്രായത്തിന്റെ അത്ര വരൂല അവര് 50-ലും കൂടുതലാണ് അവരുടെ ഏജ്. മനസ്സിലായല്ലോ. ഞാനെന്ന് പറയുമ്പോ ഒരു 18 വയസ്സായ കുട്ടിയോടൊപ്പം അഭിനയിക്കാണെങ്കിൽ നമ്മളെ പറ്റുള്ളൂ. താങ്കളുടെ ആ പാട്ടിൽ രാധ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് താങ്കൾ ഒരുപാട് മിസ്യൂസ് ചെയ്തതായി നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾക്ക് വ്യൂവേഴ്സിന് ഒരുപാട് കംപ്ലൈന്റ്. താങ്കളുടെ യൂട്യൂബിന് മിസ്യൂസ് ആണെന്ന് തോന്നരുത്. ഇപ്പൊ നിങ്ങൾ എന്റെ പടം കാണുമ്പോ വിചാരിക്കും അതൊരു സെക്സ് പടമല്ല. അത് എന്താന്ന് വെച്ചാല് ആ കുട്ടീനെ നമ്മൾ താലോലിക്കുകയാണ്, അല്ലാതെ ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാമുകയായിട്ട് അല്ല ആ കുട്ടി വന്നിരിക്കുന്നത്. അല്ല, താങ്കളുടെ ഒരു താലോലിക്കുന്ന പാട്ടാണോ അത്? രാത്രി ശുഭരാത്രി രാത്രി വേറൊന്നുമില്ല. ഓക്കെ.